രാഹി ആർ സി അച്ചൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ ഒരു രാവിലെയുള്ള കുറച്ച് ജോലികളെക്കുറിച്ചാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ എന്താണ് നമുക്ക് നോക്കാം. രാവിലെ കുറച്ച് തുണികളൊക്കെ ഉണ്ട് അലക്കാനായിട്ട്, അപ്പോൾ അതെല്ലാം അലക്കണം. മമ്മയെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് മമ്മയെ കൊണ്ടുവന്ന് ടേബിളിൽ ഇരുത്തിയിട്ടുണ്ട്. അങ്ങനെ തുണിയൊക്കെ ഇട്ടു. ഇനി സോപ്പ് പൊടി ഇടണം, സോപ്പ് പൊടി തട്ടി കൊടുക്കണം. അതിനുശേഷം കംഫർട്ട് ഒഴിച്ച് കൊടുക്കണം. ഇത് ഓൾറെഡി ഞാൻ രണ്ടും കൂടി പച്ചവെള്ളവും കംഫർട്ടും കൂടി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി മെഷീൻ ഓണാക്കി കൊടുക്കാം. അപ്പോൾ അങ്ങനെ മെഷീൻ ഓണാക്കിയിട്ടുണ്ട്. അപ്പോൾ തുണി ഇവിടെ കിടന്ന് അത് വാഷ് ചെയ്ത് കഴിഞ്ഞോളും. ഒരു 2.5 മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഇനി ഇങ്ങോട്ട് കയറി വന്നാൽ മതി. അതുവരെ അപ്പോൾ ഇനി പോയി താഴെയുള്ള ജോലികളൊക്കെ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് മമ്മയുടെ ബെഡിൽ റൂമിൽ ബെഡ് ഷീറ്റൊക്കെ വിരിക്കും. ഷീറ്റൊക്കെ ഞാൻ മാറ്റിയിട്ടു. അതെല്ലാം ചെയ്തതിന് ശേഷം പിന്നെ കിച്ചണിലോട്ട് പോകണം. കിച്ചണിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ലഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യണം. ചോറ് വെച്ചിട്ടുണ്ട്, ഞാൻ ചോറ് വെച്ചു രാവിലെ. ഇനി കറികൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ ഇനി നേരെ താഴേക്ക് പോകാം. താഴേക്ക് ഇറങ്ങുന്ന വഴി ഞാൻ കുറച്ച് തുണികളും കൂടി എടുത്തിട്ടുണ്ട്. അതായത് ഇവിടെ ഭയങ്കര മഴയാണ്. അപ്പോൾ തുണി കഴുകി നമുക്ക് ഉണക്കാൻ പറ്റത്തില്ല. അപ്പോൾ മുകളിലിട്ടാണ് ഞാൻ ഉണക്കുന്നത്. അതെല്ലാം മടക്കി ഇന്നലെ ഞാനിവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം എടുത്തുകൊണ്ട് താഴേക്ക് ഇറങ്ങും. അപ്പോൾ കബോർഡിലേക്കൊന്ന് അടുക്കി വെക്കുകയും കൂടി ചെയ്യാം. അങ്ങനെ ഞാൻ കബോർഡ് ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനിയെല്ലാം അങ്ങനെ കബോർഡിലോട്ട് അവസാനത്തെ തുണിയും കൂടി എടുത്ത് വെച്ചു. ഇനി കബോർഡൊക്കെ ലോക്ക് ചെയ്യാം. ലോക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇനി നേരെ ഇനി അടുത്ത പരിപാടി നമുക്ക് ഷീറ്റ് എടുക്കാം. അങ്ങനെ അതേ ഷീറ്റ് എടുത്തു. ഇന്നപ്പോൾ ഈ ഷീറ്റാണ് നമ്മളിന്ന് ബെഡിലിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ബെഡ്. ഈ ബെഡിലാണ് ഷീറ്റ് ഇരിക്കുന്നത്. ഷീറ്റ് വിരിച്ചതിന് ശേഷം നെക്സ്റ്റ് വർക്ക്. അപ്പോൾ അതിന് മുന്നേ ആയിട്ടെന്ന് പറയുമ്പോൾ എനിക്ക് ബാക്ക് പെയിൻ ഉള്ളത് കാരണം കുനിഞ്ഞ് നിന്നിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ റിമോട്ട് സിസ്റ്റമാണ് ബെഡ് ഉയർത്തി കഴിയുമ്പോൾ എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഉയർത്തി അതിന് ശേഷം ഷീറ്റ് ഇരിക്കാൻ പറ്റും. അപ്പോൾ വേറെ കുഴപ്പമില്ല, എനിക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും വരത്തില്ല. അപ്പോൾ നമ്മുടെ ബെഡ് ഇതേ പൊന്തി വരുന്നുണ്ട്. ഇതേ കണ്ടല്ലേ ബേസ് ബെഡ് പൊന്തി വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഞാൻ നല്ല ഫുള്ളും ഉയർത്താറുണ്ട് ബെഡ്. കാരണം എനിക്ക് ബാക്ക് പെയിൻ ഉണ്ടെന്ന് ഓൾറെഡി എനിക്ക് ബാക്ക് പെയിൻ ഉണ്ട്. അപ്പോൾ അത് കാരണം എൻ്റെ സൗകര്യത്തിനാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ബെഡ് ഏകദേശം ഇവിടെ തുറന്നിട്ടുണ്ട്. അപ്പോൾ മതി. പിന്നെ നമുക്ക് ഷീറ്റ് വയ്ക്കാം. അങ്ങനെ ഞാൻ ഇവിടെ നമ്മുടെ ബെഡിൽ ഷീറ്റൊക്കെ വിരിച്ച് നീറ്റായിട്ടുള്ള പെർഫെക്റ്റായിട്ട് ഷീറ്റൊക്കെ വിരിച്ചിട്ടുണ്ട്. പെർഫെക്റ്റ് എന്ന് ഞാൻ പറയുന്നു എൻ്റെ ആ ഒരു രീതിയിൽ. നിങ്ങൾക്ക് ഇനി എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അത് കഴിഞ്ഞ് ഇനി ബെഡൊന്ന് താഴ്ത്തി ഇടണം. എന്നിട്ട് ജനാലയൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്തിടണം. AC ഉള്ളത് കാരണം ജനാലയൊന്നും ഓപ്പൺ ചെയ്യാറില്ല. കുറച്ച് ശുദ്ധവായുവൊക്കെ കയറട്ടെ. അപ്പോൾ അതിന് ശേഷം നമുക്കിനി നേരെ കിച്ചണിലോട്ട് പോകാം. ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഇതാണ് ബെഡ് താഴ്ക്കുന്ന സ്വിച്ച് എന്ന് പറയുന്നത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നേരെ കിച്ചണിലോട്ട് വന്നിട്ടുണ്ട്. കിച്ചണിലാണെങ്കിൽ ഒരുപാട് പണിയുണ്ട്. എല്ലാം കൂടി ഇങ്ങനെ വലിച്ചിട്ടയക്കുക. അപ്പോൾ പാത്രം കുറച്ച് കഴുകിയെല്ലാം വെച്ചിട്ടുണ്ട്. അതെല്ലാം പറക്കി സ്റ്റാൻഡിലോട്ട് വയ്ക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ അതേ കിടപ്പുണ്ട്. കഴുകാനായിട്ട് കുറച്ച് വാഷ് ബേസിനകത്തിട്ടിട്ടുണ്ട്. അതെല്ലാം കഴുകണം. പിന്നെ ഇനി കറിയുടെ വയ്ക്കണം. ചോറ് വെച്ച് ഓൾറെഡി രാവിലെ തന്നെ ചോറ് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ബാക്കി പണിയിലോട്ട് കിടക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബാക്കിയൊക്കെ ഞാൻ പിന്നീട് ഒരു ദിവസം വീഡിയോയിൽ കാണിക്കുന്നതാണ്. അപ്പോൾ ടാറ്റാ. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ ബൈ.